Halo, Assalamualaikum warahmatullahi wabarakatuh. Welcome back to Service Time House. ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷത്തോടെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പൊ ഇതാ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താ ഇൻക്ലൂഡ് ആക്കി വെച്ചാല്, നമ്മൾ ഈ മില്ലിൽ പോകാതെ വെള്ളത്തിൽ അരി കുതിർത്താൻ വെക്കാതെ എന്നെ പുട്ടുപൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടും കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും. അപ്പൊ ഇതാ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാതെ ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊള്ളു കേട്ടോ. അപ്പൊ അത് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ബട്ടണൊക്കെ പ്രസ് ചെയ്തിക്കണോ നോക്കിട്ട് ലൈക്ക് ബട്ടണൊക്കെ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു 1.5 നായി പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ അരിയൊക്കെ നന്നാക്കി കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം എന്താ ഞാൻ പുട്ടിന് കുത്തിയിലിട്ട് കണ്ട് തന്നെ ആവിക്ക് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇതാ ഈ ഒരു പുട്ടുകുടത്തിന് പാകത്തിന് വെള്ളം വെക്കാം. പിന്നെ വെള്ളം ചൂടായതിന്റെ ശേഷം ഈ ഒരു പുട്ടുകുത്തി ഇതിലേക്ക് വെച്ചെടുക്കട്ടെ. അപ്പൊ അതടന്ന് കടന്ന് കുക്കൈക്കണം. പിന്നെ എനിക്ക് ചായക്കുള്ള വെള്ളമൊക്കെ ഞാൻ അപ്പുറത്തെ സ്റ്റോവിന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ചായപ്പൊടി ഇട്ടെടുക്കണം. അപ്പൊ അതൊക്കെ ഇട്ടെടുത്തിട്ട് വെച്ച് പാകത്തിന് പഞ്ചസാര ഇട്ടിട്ട് അതായത് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അത് കടന്ന് അത് ആവി കണ്ട് കുതിർത്ത എന്താ സോറി കൊടുക്കാൻ പറ്റുന്ന രൂപ ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പൊ അതാ ചായന്റെ വീട്ടിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 1.5 കയ്യിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെക്കുക. അപ്പോഴേക്ക് നമ്മള് ആയിട്ടുണ്ട്. ഈ ഒരു എന്താ ചൂടുകൊണ്ട് എനിക്കിത് എടുക്കാനും കഴിയില്ല. ഈ ഒരു കുറ്റിയാണെങ്കിൽ ഈ കുട്ടിക്കോടാണെങ്കിലോ നിലത്തേക്ക് വീണാരം നല്ല മുറുകി ടൈറ്റ് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് എനിക്ക് എടുക്കാൻ കഴിയില്ല, നല്ല പൊള്ളുന്നുണ്ട്. അപ്പൊ അതിന്റെ അടപ്പൊക്കെ ഇതാക്കിയിട്ട് ഞാനിത് ഈ ഒരു ചെമ്പട്ടിക്കൊന്ന് തട്ടിക്കൊടുക്കട്ടെ കേട്ടോ. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരുപാട് കഴിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോഴതാ അതിൽ നല്ല തിക്കായിട്ട് അത് ഇട്ടും ചെയ്തിട്ട്. അപ്പൊ ഇത്ര തിക്കിടേണ്ട ഒരു ആവശ്യമില്ല. അത് കുറഞ്ഞ ലൂസായിട്ട് നിൽക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടത് ഇത് നമ്മളെ കുഞ്ഞാനൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ ഞാനതിങ്ങനെ പരീക്ഷിച്ച് നോക്കട്ടെ വിചാരിച്ച് അതിലാക്കാം. അപ്പൊ കുറെ ഞാൻ ഇങ്ങനെ എന്റെ ബാഗ് കൂടെ അങ്ങനെ കുത്തിക്കൊടുത്തു. അപ്പൊ ഇങ്ങനെ ശരിയാണില്ല. അപ്പൊ പിന്നെ ഞാൻ മുന്നിൽ കൂടെ ഒരു കോരി എടുത്തിട്ടാണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ടോ. അപ്പൊ തിക്കില്ലാതെ ആക്കണം നല്ലത്. പക്ഷെ പുട്ടുംകുറ്റിന്റെ ചില്ലിന് കോട്ടൺ തട്ടുന്നും കൂടി നോക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് തെറ്റ് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ട്. അപ്പൊ ഈ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ആക്കി വെക്കട്ടോ. അപ്പൊ പക്ഷെ ടൈറ്റിൽ എടുക്കാതെ ഒന്നായിട്ട് കുത്തി തിരക്കി കുത്തി കൊള്ളിച്ച് ആക്കാതിരിക്കുന്നതാട്ടോ നല്ലത്. അപ്പൊ ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാണ്. സക്സസ് ആവോ ഇല്ലോ നോക്കാലോ. അപ്പൊ ഏതായാലും അത് എന്തായാലും വേണ്ടില്ല, അറിഞ്ഞ് തിരിച്ചേക്കണേ. തലേന്ന് പ്ലാനിങ് ഇല്ല. ഒന്നാമത് ഇങ്ങനെ എനിക്ക് അലർജി പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയാണ്ട് കടക്കട്ടെ വിചാരിച്ച് അങ്ങനെ അരിക്ക് വെള്ളത്തിലിടാൻ നിന്നില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, അപ്പത്തിനാണെങ്കിൽ അപ്പത്തിനോ ഓട്ടടക്കൊക്കെ ആണെങ്കിൽ അരി വെള്ളത്തിൽ ഇടണം. പിന്നെ കറിക്ക് എന്തെങ്കിലും കടലേ എന്തെങ്കിലും വെള്ളമൊക്കെ ഇട്ട് വെക്കണം. അതിനും നിന്നില്ല. പിന്നെ രാവിലെ ചട്നി കറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ നേരം കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ രണ്ടാം തവണ കൂടി ഒന്ന് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മിക്സിയിലേക്ക് ആദ്യം ആക്കി വെച്ചത് ഞാനൊരു മിക്സിന്റെ ജാറ് എടുത്തിട്ട് അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പൊടിച്ചിട്ട് വരാം. ബാക്കി രണ്ടാമത്തെ ട്രിപ്പ് കൂടി നമുക്ക് രീതിക്കിട്ടോ. ഇത് പിന്നെ അങ്ങനെ കുറഞ്ഞതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് കിട്ടിട്ടോ. അപ്പൊ ഇത് പുട്ടിന്റെ ഷേപ്പിലൊക്കെ കണ്ടില്ലേ. പക്ഷെ പുട്ടല്ല, അരി ഉണ്ടാക്കിട്ടോ. അരി ആവിയിൽ വേവിച്ചെടുക്കുക, ചൂടാക്കിയെടുക്കുക. അപ്പൊ ഇത് നന്നാക്കിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇടേണ്ടത്. അപ്പൊ അത് ഞാൻ നന്നാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. തണുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാൻ കയ്യിലെടുത്തിക്കാണ്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ റെഡിയാക്കി കൊടുക്കട്ടോ. നമുക്ക് എന്താണ് ചൂട് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്നാണ്ട് തണുത്തോളും. പിന്നെ മിക്സിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടാൽ എന്താണ് ചൂടായി മിക്സി കേടി കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആരും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. മിക്സി അരി തണുത്തതിന് ശേഷം മാത്രം കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാല്, എന്താണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്, എന്താണ് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോ പുട്ടുകുടത്തിൽ പാകത്തിലുള്ള വെള്ളം വേണം കേട്ടോ. പിന്നെ ഒരു ഇത്തിരി വെള്ളം ആക്കിച്ചിക്കാണ്ട് പിന്നെ അടി പിടിച്ചിട്ട് ഇന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യട്ടോ. അപ്പൊ നമ്മള് 1ാം തവണ പൊടിയൊക്കെ പൊടിച്ച് എടുത്ത് കഴിഞ്ഞ് അപ്പൊ അതവിടെ കടന്നിക്കട്ടെ. രണ്ടാമത്
പൊടിച്ചതും അല്ല രണ്ടാമത് ആവിയിൽ വേവിച്ചെടുത്തത് കൂടി ഞാൻ മിക്സിന്റെ ജാറിലേക്ക് എടുക്കണ്ടോ. അപ്പൊ തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ എടുത്താൽ ചൂടായിക്കാണ്ട് മിക്സി കേട് വരും. ഇതിങ്ങനെ അവിടുന്ന് എന്താണ് അരിപ്പ ഈ നമ്മൾ പറയില്ല എന്താ പറയാ കന്നഡ എന്നൊക്കെ പറയില്ല, അതായത് വേവിച്ചത് ഈ കരിക്കന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അത് വേഗം നന്നാക്കി പൊടിച്ചിട്ട് നമുക്ക് വേഗം അത് കുഴച്ചെടുത്താൽ മതി. അപ്പൊ ഏതായാലും ഇത് കൂടി പൊടിച്ചെടുത്തിട്ടാണ് വരട്ടെ ഞാൻ. അതിനെന്താ എനിക്ക് പേര് കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ പണ്ടത്തെ പേര് അങ്ങനെയൊക്കെ പറഞ്ഞു പരിപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ കിട്ടി. പരിപ്പ് ഉപയോഗിച്ചിട്ട് കരിക്കന്റെ ഒരു ആവശ്യം ഇല്ല കേട്ടോ. അതാ പറഞ്ഞു തന്നത്. അപ്പൊ നന്നാക്കിയിട്ട് ഞാൻ മിക്സി ഇങ്ങനെ നിർത്തി നിർത്തി ഇങ്ങനെ കുടിച്ചിട്ടോ. ഒന്നായിട്ട് ഇങ്ങനെ ഒറ്റയടിക്കാണ്ട് ഒറ്റ ശ്വാസത്തിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അടിച്ചു പോകരുത്. മിക്സി ചൂടാവും കേട് വരും. അപ്പൊ നിർത്തി 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 ഇങ്ങനെ വേണം ഇത് അടിച്ചു കൊണ്ടുവരാന്. അപ്പതാ നമ്മൾ 2 തവണയും ഈ എന്താ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണ്ട. അപ്പൊ ഈ ഒരു പാകത്തിന് അപ്പൊ ഈ ഒരു മിക്സിക്കൊക്കെ നന്നായിട്ട് വടിച്ചെടുക്കട്ടെ. ഞാൻ വടിച്ചെടുത്തിട്ട് ഈ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിച്ചെടുക്കട്ടെ. വെളിച്ചെണ്ണ നെയ്യ് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി വേണമെന്ന് പറഞ്ഞപ്പോ ജതുമോന് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കും കേട്ടോ. അടുക്കളപ്പണി കാണുക ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉപ്പും കൂടി ഒന്ന് ഇടണം പറഞ്ഞപ്പോ ഓനെ കൗണ്ടർ ടോപ്പിൽ കയറി ഇരുന്ന് ഉപ്പിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ കുറെ ദിവസമായി ഞാൻ പുട്ടുണ്ടാക്കാൻ പറഞ്ഞു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ പുട്ടിന്റെ പൊടി ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ സൺഡേ അല്ല അപ്പൊ ഒരു 7 കുട്ടികളെ വിചാരിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിന്നുമോൾക്കാണെങ്കിൽ മദ്രസയില്ല. മദ്രസിൽ പൊതുപരീക്ഷ ആയതുകൊണ്ട് തന്നെ മദ്രസിന് അവധിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തലേന്ന് ഒരു പ്ലാനിങ് ഒക്കെ വേണം. അപ്പൊ ഞാൻ പ്ലാനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ആകെ അലർജി പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അത് നേരെ നിൽക്കട്ടെ എന്തെങ്കിലും തീരുമാനിക്കാൻ. അപ്പൊ ഈ മാവക്ക് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതും തീരുമാനം കുറച്ച് ഇട്ടിട്ട് പിന്നെ അത് പോരായിട്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ട് ഞാൻ നന്നാക്കി കൈ തന്നെയാണ് ഇത് എന്താണ് മിക്സ് ചെയ്തെടുത്തിട്ടോ. അപ്പൊ ഞാൻ ആ വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാം. അപ്പൊ അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണയും ചേർക്കാം. അപ്പൊ ഞാൻ വെളിച്ചെടുത്ത വെളിച്ചെണ്ണ കുറച്ച് കയറിയിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ആ ഒരു ബോട്ടിലായതുകൊണ്ട് ഒന്നായിട്ട് കിട്ടി പോകുന്നു. ഇതിന്റെ ബോട്ടിലൊക്കെ ചുരുമ്പോ ഇവിടെ നാസാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ എല്ലാത്തിനും ഞാൻ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതാണ് ഇതൊക്കെ ഓരോരോ ഉരുളയാക്കി പൊടിച്ചെടുക്കട്ടെ. അപ്പൊ ആദ്യം നാട് കുഴച്ചിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് വേണം അതൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഏറാതെ സൂക്ഷിക്കട്ടോ. പിന്നെ പൊടിക്കുമ്പോഴും സൂക്ഷിക്കാം. ഞാൻ പൊടിച്ചപ്പോൾ വല്ലാതെ കൊണ്ട് പൊടി ആയിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി തരിക്ക് ഉണ്ടായതുകൊണ്ട് നീണ്ടത് കുഴപ്പം ആയിട്ടില്ല. അപ്പൊ അത് റെസ്റ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വേറെ പണിട്ടാക്കി കൗണ്ടർ ടോപ്പും ഗ്യാസ് വെക്കുന്നാണ്ട് നീട്ടാക്കി പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ പുട്ടിന്റെ പൊടിക്കട ഞാനിത് എന്താണ് അടിച്ചട വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് കുറച്ച് തേങ്ങ ചിരക്കണം. അപ്പൊ തേങ്ങ ചിരക്കി കഴിഞ്ഞ് ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ട് ഞാൻ എന്താ ഇപ്പൊ കറി ഞാൻ ഉണ്ടാക്കാൻ ഒരു പ്ലാനിങ് ഇല്ല. ഞാൻ പോയി കടന്നതല്ല. അപ്പൊ കടലക്കറിയും നല്ല അല്ലെങ്കിൽ പുട്ടും പായക്കാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പൊ കടലക്കറിക്കും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ കടല വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ തലേന്ന്. അപ്പൊ ഇത് അങ്ങനെ തക്കാളിയോട് എന്തെങ്കിലും ഒരു കാട്ടി കൂട്ടാൻ വിചാരിച്ചിട്ട് 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്തതിന് ശേഷം അപ്പൊ ഒരു ഇതെന്താ കൂടെ അപ്പൊ ഏതെങ്കിലും ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് വേറെ വെളുത്തുള്ളി ചുവന്നുള്ളിക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഇഞ്ചിന്റെ പീസ് ചെറുതൊന്നും ഇട്ടിട്ട് എനിക്ക് അരച്ചെടുക്കട്ടെ. പിന്നെ പച്ചമുളക്. അപ്പൊ ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ചെറിയൊരു ഉണക്കമുളക് പിന്നെ അത് ഞാൻ കയ്യെ പിടിച്ച് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നിട്ടോ. അപ്പൊ ഞാൻ കയ്യെ പിടിച്ച് തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഈ അരക്കുന്ന തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഏതായാലും ഇല്ലതുകൊണ്ടൊക്കെ ഞാൻ കാട്ടിക്കൂട്ടട്ടെ കേട്ടോ. ഈ വേണമെന്നുണ്ടെങ്കിലും വലിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ വലിയ ഉള്ളി ഇവിടെ കൊണ്ടുവച്ചത് കഴിഞ്ഞതുകൊണ്ട് തന്നെ അപ്പൊ അത് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ വൈകുന്നേരം എന്താ ഇതിനോണ്ട് മുടിയൊക്കെ വെച്ചിട്ടാണ്ട് അപ്പൊ നീ വാങ്ങാൻ വിചാരിച്ചിട്ടോ. അപ്പൊ പോകുമ്പോ വാങ്ങാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ അതൊക്കെ അങ്ങനെ കിടക്കട്ടെ. അപ്പൊ എന്താ ഈ ഒരു സ്റ്റവ് നമ്മുടെ ഓണാക്കണ്ട. ഈ സ്റ്റവ് ഓണാക്കി കഴിഞ്ഞിട്ട് നോൺ സ്റ്റിക്കിന്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചൂടായതിനു ശേഷം ഈ എന്താണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിലേക്ക് വെച്ചെടുക്കട്ടെ. അപ്പൊ ഇതാണ് ഈ പരിവാണ് എന്താണ് അടുത്തിട്ടോ നമ്മൾ തക്കാളിയും തക്കല്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പൊ ചട്ടി ചൂടായി. അപ്പൊ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടെടുക്കുക. കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് കറിവേപ്പ് ചേർത്തി കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ടൊമാറ്റോ ഒക്കെ ഇതിലേക്ക് ഇട്ടെടുക്കണ്ട. അപ്പൊ അത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ ഈ ടൊമാറ്റോന്റെ ടൊമാറ്റോ സവാളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറി. അപ്പൊ ഇങ്ങനെ ഒരു ഒരു കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ തലേന്ന് പ്ലാനിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിന് വരുമ്പോഴും തലേന്ന് പ്ലാനിക്ക് വേണം. പക്ഷെ ഈ കയ്യിൽ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് ടൊമാറ്റോ കറി മൂടവന്നിങ്ങനെ ആവട്ടെ. തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക.
പിന്നെ എല്ലാ മസാലകളും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ, വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. നന്നാക്കി മിക്സ് ചെയ്തതിനു ശേഷം തീയൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടെടുക്കട്ടോ. പിന്നെ ഒന്ന് തിളച്ചിട്ട് വേണമെങ്കിൽ ലോ ഫ്ലെയിം ആക്കിയെടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീടുള്ളത്. അപ്പൊ നമ്മൾ എന്തൊരു കാര്യത്തിൽ വരുമ്പോഴും തലേന്ന് പ്ലാൻ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നാരായണ ഈ തലേന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിയില്ലാച്ചെങ്കിൽ അത് വിധിയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് വൈകിയൊന്ന് കിച്ചണിലേക്ക് കയറിയതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ആരോഗ്യ പ്രശ്നം. അപ്പം കുറച്ചൊരു കടക്കട്ടെ, പിന്നെ മുന്നോട്ടൊന്നും മദ്രസ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ വൈകിയാണ്. ഒരു 6:45 കഴിക്കണേ ഞാൻ നമ്മളെ കിച്ചണിൽ കയറട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒക്കെ തയ്ച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത് പൊടിച്ചെടുക്കുമ്പോഴും കുറച്ച് ടൈം കൂടി വേണം എന്നൊക്കെ മനസ്സിലാക്കുക. ഒന്നാമത് അരിപ്പൊടി സ്റ്റോക്ക് ഇല്ല. അപ്പൊ ഇങ്ങനെ സ്റ്റോക്ക് വെക്കാറില്ല കേട്ടോ. ആവശ്യത്തിനുള്ളത് അപ്പൊക്കെ അപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാക്കുന്നതല്ലാതെ. പിന്നെ എന്താ വെച്ചാല് പുട്ടിന്റെ പൊടിയും വാങ്ങിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്താ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കാട്ടാലോ. അരി പച്ചരി കയ്യിലുണ്ടാവും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ അതാ ഞാൻ എന്താണ് നമ്മൾ റെസ്റ്റിന് വെച്ച എന്താണ് പുട്ടിന്റെ പൊടിയൊക്കെ എടുത്ത് കുഴച്ച് വെച്ച പുട്ടിന്റെ പൊടിയൊക്കെ എടുത്തിട്ട് ഞാൻ ഈ ഒരു കുട്ടിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതാ, പിന്നെ ഈ പുട്ടുപൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പൊ ഈ പുട്ട് ഇങ്ങനെ പൊടിയിടുക, തേങ്ങ ഇടുക, പൊടിയിടുക, തേങ്ങ ഇടുക, അങ്ങനെ പോകും കാര്യങ്ങൾ. ഇതൊക്കെ എല്ലാവർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ. ഒന്നാമത് എനിക്കൊരു വൈകാനുള്ള കാരണം പറഞ്ഞാല് എന്താ വെച്ചാല് വീഡിയോ ചെയ്യുമ്പോഴല്ല ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ പോകുമ്പോൾ ഒന്നുകൂടി ഒക്കെ ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഇതിനൊന്നും എനിക്കുള്ള വീഡിയോ എടുക്കേണ്ട ഉഷാറൊക്കെ ഞാൻ പോയി കിട്ടില്ല. അതായത് പിന്നെ ചാനലൊക്കെ തുടങ്ങിയതല്ലേ, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതാണ് വിചാരിച്ചിട്ട് വീഡിയോ ആക്കാണ് ഓരോ വീഡിയോ സൺഡേയിലൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റവ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പുട്ടും റെഡി ആയിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ പുറത്തു കൂടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. പുറത്തു കൂടെ മാങ്ങ പൊറുക്കാന്, അടക്ക പൊറുക്കാന്, തേങ്ങ പൊറുക്കാന്, അങ്ങനെ പുളി പൊറുക്കാനൊക്കെ പോയിട്ടുണ്ട്. ജിതുമോൻ ആദ്യം പോയിട്ടുണ്ട്, പിന്നെ നിന്നമോളും പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജിതുമോനാണ് എല്ലാം മുന്നിൽ. അപ്പൊ അതാ ഞാൻ ഒരു ശീലം ഉപയോഗിച്ചിട്ട് കുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടിന് പെട്ടെന്നാണ് എനിക്ക് എന്താണ് ഈ കുട്ടിക്കുടം ഇങ്ങനെ വീണ് ടൈറ്റ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്നാണ് കിട്ടുന്നില്ല. പിന്നെ ചൂടുണ്ട്, ഭയങ്കര ഈ പുട്ടുകുടാണെങ്കിലോ നിലത്തേക്ക് വീണ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ശീല കെട്ടേണ്ട ഒരു ആവശ്യമില്ല. ആ ടൈറ്റ് ആയത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എടുക്കണമെങ്കിലോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും, പക്ഷെ എനിക്ക് രാവിലെ പെട്ടെന്ന് കിട്ടുട്ടോ. മറ്റത് എന്താ വെച്ചാല് നമ്മളൊരു ശീല തെരയാൻ പോകണം, പിന്നെ അവിടി പിടി പോവുക, മോൾ കൂടെ ഇങ്ങനെ പോവാതിരിക്കുക, അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പൊ ഇതില് ആ ഒരു വക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഈ ഒരു കുട്ടിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ പുട്ടും തന്നെ നല്ല സോഫ്റ്റ് പുട്ടോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മക്കളൊക്കെ പുറത്തുകൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചായ കൊടുക്കണം. എന്നിട്ട് അതെന്താ അവിടെ ചൂടാക്കുന്നത്? ഇതെന്തിനാ പഠിച്ചണം? അപ്പൊ ഇത് എന്താണെന്ന കാര്യം ഞാൻ മറന്നു കിട്ടും. അപ്പൊ ഈ രണ്ടാം തവണ പുട്ടൊക്കെ ഇവിടെ റെഡി ആക്കണല്ലോ. ഒറ്റ ട്രിപ്പിൽ ഏതായാലും കഴിയില്ലല്ലോ. അപ്പൊ ഇത് ആദ്യത്തെ കുട്ടികൾക്ക് കൊടുത്തിട്ട് വിചാരിച്ച് അവരെ വിളിക്കട്ടെ. നേരെ ഒരു ചായ കൊടുക്കാൻ നിന്നപ്പോ പിന്നെ ഇതിൽ ഒരു തീരുമാനങ്ങളില്ലാത്തത് കൊണ്ട് ഇത് കുറച്ച് ടൈമൊക്കെ വൈകിട്ടുണ്ടോ. ഒരു 8-8:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് നേരം വൈകാതെ ഇരിക്കണമെങ്കിൽ കുറച്ച് ആദ്യം തന്നെ ആ 5:30 ടൈമിൽ തന്നെ വന്ന് കിച്ചണിൽ കയറി അങ്ങനെ വൈകൂല. എന്താണ് കാരണം വെച്ചാല് തലേന്ന് പ്ലാനിങ് ഇല്ല. പിന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ അരച്ചാൽ മതി. പിന്നെ അത് പുട്ടിന് ആവിയിലൊന്ന് അരി ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതൊക്കെ പൊടിച്ചെടുക്കണം. അങ്ങനെ വെക്കാതെ മിക്സിന്റെ ജാറിൽ നിർത്തി ഇങ്ങനെ പൊടിച്ചെടുക്കണ്ട. അപ്പൊ അങ്ങനെ വക ടൈമുകളൊക്കെ നമുക്ക് പോയി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു മുൻകരുതൽ ഉണ്ടായ എപ്പോഴും നമ്മുടെ ജീവിതം സക്സസ് ആവട്ടോ. അല്ലാത്തത് അങ്ങനെ ക്ലാസ്സിക്ക് കഴിവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വിദ്യാണെങ്കിൽ സമാധാനിച്ചാൽ മതി. അപ്പൊ ഇതാ എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് കുക്കിംഗ് ആയാലും അത് പരീക്ഷിച്ച് നോക്കുക. അപ്പൊ ഇത് ശരിയാവില്ല എന്നുള്ള ചിന്തയെ മനസ്സിൽ വരരുത്. അങ്ങനെ വന്നാൽ പിന്നെ അത് അങ്ങനെ ആ വഴിക്കേ പോകുള്ളൂ. അങ്ങനെ വിചാരം തന്നെ നമുക്ക് പാടില്ല കേട്ടോ. വന്നാണ്ട് കണ്ടതൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ട് അവിടെ കേട്ടോ. കുറച്ച് കണ്ണി മാങ്ങി കുറച്ച് പുളി ഇതൊക്കെ ഏതായാലും അവർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ വിശപ്പൊന്ന് ആദ്യം അകറ്റിട്ടോ. അപ്പൊ ഞാൻ തീരുമാനം നിങ്ങൾക്ക് ചായ കൊടുക്കണ്ട. ബാക്കി ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ വിശപ്പിന് അകറ്റട്ടെ. അപ്പം തീരുമാനം ഈ കളി വേണ്ട. അപ്പൊ ഇതാ ഞാനിതാ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് 2 ചില്ലിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, പൊട്ടുന്ന ക്ലാസ്. അപ്പൊ അത് വീഡിയോക്ക് നിങ്ങൾ കാണിക്കുമ്പോൾ അങ്ങനെ ആവില്ല വിചാരിച്ചിട്ടോ. സ്റ്റീൽ ക്ലാസ് എടുക്കണ്ടല്ലോ വിചാരിച്ചു. അപ്പൊ അവരും തന്നെ ഇതിനോട് പറഞ്ഞു എനിക്ക് പൊട്ടുന്ന ക്ലാസ് മതി, അപ്പൊ ഇതിൽ കുടിച്ചാൽ മതി എന്താ. പിന്നെ അവന് പിന്നെ എന്താ കറി വേണ്ട, അവനെന്താ നാവിനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വേറെ മൂടി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കറി വേണ്ട, ഒരു പഞ്ചസാര മതി. അവനെന്താണ് ഈ പുടി ചാമ്പക്ക അങ്ങനത്തെ ഒക്കെ തിന്നിക്കാണ്ട് അവന്റെ നാവൊക്കെ ഇങ്ങനെ
എന്താ ചെറുതായിട്ട് ഇങ്ങനെ ഈ തൊലിയൊക്കെ പോന്നിട്ട് അതിന് നീറ്റലാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്താ വെച്ചാല് പഞ്ചസാര മതിയാണ്. അപ്പൊ നിന്നോട്ട് ഞാൻ കറി പറഞ്ഞു കണ്ട് കൊടുക്കണ്ട. അപ്പൊ അവനില്ലത് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം. ചിലപ്പോ കറി കൂട്ടും ഞാൻ എന്താ ഓന്റെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പൊ അതാ അടുത്ത തവണ കൂടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടോ. ജിതുമോനോട് ഇനി എത്ര പറഞ്ഞാലും കേൾക്കില്ല. ചാമ്പൊക്കെ കഴിക്കണ്ട, പുളി കഴിക്കണ്ട. ഓനത് കിട്ടിയ അതായത് ആ ഒരു പുളിന്റെ ഒരു ടേസ്റ്റിൽ അവനങ്ങനെ കഴിക്കും. പിന്നെ അവനാണെങ്കിൽ പിന്നെ എരിവും പറ്റൂല, ചൂടും അധികം പറ്റൂല. അപ്പൊ അങ്ങനെ മുറി വേദനിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ കറി കൊടുക്കാറില്ല, എരിവ് കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ പഞ്ചസാര ഒക്കെ ചെയ്തിട്ടോ. എപ്പോഴാണ് ഇങ്ങനെ കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കാനാ അതിനൊരു കേടാണല്ലോ. അപ്പൊ അതാ അങ്ങനെ എന്നെ പുട്ടുചുടലൊക്കെ കഴിഞ്ഞപ്പോ നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴിതാ ഒരു തവണയും കൂടി പുട്ട് ചുട്ടെടുക്കാൻ കേട്ടോ. അതും കൂടി ചുട്ടിട്ട് ഞങ്ങൾക്ക് വേണം ചായ കുടിക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെയാണെങ്കിൽ വേറെ നോമ്പ് പണിയിൽ എന്തൊക്കെ തേച്ച് കഴിക്കാൻ എന്താണ് മോൾക്ക് പോയിട്ടുണ്ട് കേട്ടോ. മാളിന്നൊക്കെ പറയില്ല, അവിടേക്ക് കുറച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ ചായ കുടിക്കുന്നതിന്റെ മുമ്പ് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ഞാൻ വീട്ടിലുണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ എടുക്കാം. പക്ഷെ ഞാനാണെങ്കിൽ ഇവിടെ കിച്ചണിലെ കയറി പിന്നെ എന്താണ് അവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ വിചാരിച്ചിട്ട് കിച്ചണിന്റെ പണിക്കായിട്ട് നിന്നിട്ട് അപ്പൊ അതാ ഞാൻ ഇല്ലാത്തപ്പോഴും ഉമ്മ എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടായപ്പോ പിന്നെ രാവിലെ തന്നെ അവിടെ പോയി. അല്ലാത്തൊരു സമയത്ത് ടൈം കിട്ടൂല, എനിക്ക് പോവാനുണ്ടാവും. അങ്ങനെ കാര്യം തന്നെ ടൈം കിട്ടില്ല. അപ്പൊ ഞാൻ ഏതായാലും കിച്ചണിന്റെ കാര്യം ഞാനാണ് കൈകാര്യം ചെയ്തോളൂ വിചാരിച്ചിട്ട് ഉമ്മ ആ ഒരു പണിക്കാട് പോയിട്ടുണ്ട്. അപ്പൊ അതാ ഞങ്ങൾ ഇനി ചായ കുടിക്കണം. അപ്പൊ ഇനി ഇതുപോലൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞതുപോലെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും മറക്കല്ല. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അത് ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ ഇതാ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അതിനനുസരിച്ചുള്ള റിപ്ലൈ ഇൻഷാല്ലാ ഞാൻ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്തെടുക്കട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, താങ്ക് യു. Mom, Mom, ini jangan